ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കേസ്മാർട്ട് വഴി എങ്ങനെയാണ് മാരേജ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ കേസ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. കേസ്മാർട്ട്. ഓക്കെ, ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ കേസ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, കേസ്മാർട്ടിലെ ആപ്ലിക്കേഷൻ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോഗിൻ അത്യാവശ്യമാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കേസ്മാർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം താഴെ കാണുന്ന സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ടച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ല, അത് നമ്മൾ സെലക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് സിവിൽ രജിസ്ട്രേഷൻ്റെ അകത്ത് ബർത്ത് സർവീസ്, ഡെത്ത് സർവീസ്, മാരേജ് സർവീസ്. ഇതിൽ മാരേജ് സർവീസിന്റെ സെന്ററിലുള്ള പ്ലസ് ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പോൾ അതവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും, മാരേജ് ന്യൂ രജിസ്ട്രേഷൻ. അത് നമ്മൾ സെലക്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് മാരേജ് ആണ്. അപ്പൊ നമ്മളിവിടെ കലണ്ടർ നോക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് ആണ്, മാരേജ് നടന്ന ഡിസ്ട്രിക്റ്റ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ലോക്കൽ ബോഡി ടൈപ്പ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോക്കൽ ബോഡി നെയിം, ഏത് ഗ്രാമപഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലാണോ നിങ്ങളുടെ മാരേജ് നടന്നിട്ടുള്ളത് അതിന്റെ നെയിം നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി പ്ലേസ് ഓഫ് മാരേജ് ആണ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് ഇപ്പോൾ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, മണ്ഡപമാണോ, ഹൗസ് ആണോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെയായിട്ട് പ്ലേസ് ഓഫ് മാരേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലേസ് ഓഫ് മാരേജ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ പ്ലേസ് ഓഫ് മാരേജ് ഇവിടെ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ ഇല്ല എങ്കിൽ നിങ്ങൾ പഞ്ചായത്തായിട്ടോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിട്ടോ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അവർ ലിസ്റ്റിൽ ആഡ് ചെയ്ത് തരും കേട്ടോ, പ്ലേസ് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ ഹസ്ബൻഡ് ഇൻഫർമേഷൻ ആണ് കേട്ടോ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണേ. നാഷണാലിറ്റി ആണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ NRI ആണോ, ഫോറിൻ ആണോ, ഇന്ത്യൻ ആണോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഐഡന്റിഫിക്കേഷൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഐഡന്റിഫിക്കേഷൻ നമ്പർ നമ്മൾ ആധാർ നമ്പർ കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാമേ. അതിനുശേഷം നമ്മളിവിടെ ഹസ്ബൻഡിന്റെ നെയിം ആണ് കൊടുക്കേണ്ടത്. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെയായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് ഹസ്ബൻഡ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മെയിൽ ID യും മൊബൈൽ നമ്പറൊക്കെ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ഡേറ്റ് ഓഫ് ബർത്തും ഒക്യുപ്പേഷനും നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി മാരേജിന്റെ സമയത്തുള്ള ഹസ്ബൻഡ് ഏജ് ഇവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം ഒക്യുപ്പേഷൻ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി താഴെയായിട്ട് മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇവിടെ താഴെയായിട്ട് ഹസ്ബൻഡിന്റെ പാരന്റിന്റെ അല്ലെങ്കിൽ ഗാർഡിയന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഫാദറിന്റെ ആണെങ്കിൽ ആധാർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഫാദറിന്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ മദറിന്റെ ആധാർ നമ്പറും അതുപോലെ തന്നെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിവിടെ ഹസ്ബൻഡിന്റെ അഡ്രസ് ആണ് കേട്ടോ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ അഡ്രസ് ഇവിടെ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെയിം ആസ് പ്രസന്റ് അഡ്രസ് നമ്മൾ കാണുന്നില്ല, അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കൊടുക്കേണ്ടത് വൈഫിന്റെ ഇൻഫർമേഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഹസ്ബൻഡിന്റെ ഇൻഫർമേഷൻ എൻ്റർ ചെയ്ത് കൊടുത്തതുപോലെ തന്നെ വൈഫിന്റെ ഡീറ്റെയിൽസും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഹസ്ബൻഡിന്റെ പാരന്റ് ഡീറ്റെയിൽസ് കൊടുത്തത് അതുപോലെ തന്നെ വൈഫിന്റെ പാരന്റ് ഡീറ്റെയിൽസും കൂടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം നമ്മൾ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇനി ഇവിടെ നമ്മൾ വൈഫിന്റെ അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക കേട്ടോ. ഇനി ഇവിടെ നമ്മൾ 2 സാക്ഷികളുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ആരുടെയാണോ കൊടുക്കുന്നത് ആദ്യത്തെ സാക്ഷിയുടെ ആധാർ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ല, അതിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പോൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത സാക്ഷിയുടെ KYC ഇവിടെ വെരിഫൈഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം താഴെയായിട്ട് മൊബൈൽ നമ്പറും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷിയുടെ ഡീറ്റെയിൽസും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ താഴെയായിട്ട് ഹസ്ബൻഡിന്റെ നെയിമും വൈഫിന്റെ നെയിമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ ഏറ്റവും താഴെയായിട്ട് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഹസ്ബൻഡിന്റെ ഫോട്ടോയും വൈഫിന്റെ ഫോട്ടോ ആയിട്ട് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. ഇനി പ്രിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം താഴെയായിട്ട് ഒരു ഡിക്ലറേഷൻ ഉണ്ട്, നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡോക്യുമെന്റ്സിന്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഹസ്ബൻഡിന്റെ ഏജ് പ്രൂഫ്, അതുപോലെ തന്നെ വൈഫിന്റെ ഏജ് പ്രൂഫ്, പിന്നെ പ്രൂഫ് ഓഫ് മാരേജ്, ഇത് മൂന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഏജ് പ്രൂഫ് ആയിട്ട് ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, എന്താണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മാരേജ് പ്രൂഫ് ആണ് കേട്ടോ. അപ്പൊ അത് നമ്മുടെ മാരേജ് നടന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിക്കുന്ന സാക്ഷ്യപത്രം, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഒപ്പിട്ട് നൽകുന്ന സാക്ഷ്യപത്രം, അതായത് ഫോം 2, അത് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡിക്ലറേഷൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കല്യാണം കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ റിപ്പോർട്ട് ചെയ്യാൻ ഡിലേ ആയെന്നുള്ള റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റീസൺ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ 45 ദിവസത്തിനുള്ളിലാണ് ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് വരത്തില്ല കേട്ടോ. നമ്മളിപ്പോ ലേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് മെത്തേഡ് ഓഫ് രജിസ്ട്രേഷൻ ആണ് കേട്ടോ. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, ഓൺലൈൻ വെരിഫിക്കേഷൻ, ഫിസിക്കൽ വെരിഫിക്കേഷൻ. ഓൺലൈൻ വെരിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ പോവാണ്ട് തന്നെ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ഒരു സെൽഫ് ഇൻട്രോ വീഡിയോ എടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണ്, നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി പഞ്ചായത്തിൽ പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇനി താഴെയായിട്ട് ഇവിടെ ഹസ്ബൻഡിന്റെ ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ വാലിഡേറ്റ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, അതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നുണ്ടാവും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടെ വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ല, അതിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ ഇവിടെ നോക്കുവാണെങ്കിൽ ഹസ്ബൻഡിന്റെ KYC വെരിഫൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സെയിം പ്രോസസ്സ് തന്നെ വൈഫിന്റെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ വൈഫിന്റെ KYCയും വെരിഫൈഡ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇനി താഴെയായിട്ട് നമ്മൾ BPL കാറ്റഗറിയിൽ പെടുന്ന ആളാണ്, അല്ലെങ്കിൽ SC ST വിഭാഗത്തിൽ പെടുന്ന ആളാണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെയല്ല, നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഇവിടെ പേയ്മെന്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പേയ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ പേയ്മെന്റ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എത്ര രൂപയാണ് പേയ്മെന്റ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഗേറ്റ് വേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് പേയ്മെന്റ് ഗേറ്റ് വേ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ ഫെഡറൽ ബാങ്കിന്റെ ഗേറ്റ് വേ ആണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പേ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഏത് പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, UPI ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ UPI ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കിവിടെ QR കോഡ് യൂസ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. UPI ID ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ QR കോഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഷോ QR എന്ന് പറഞ്ഞ് കാണുന്നില്ല, അതിൽ നമ്മൾ ടച്ച് ചെയ്യാം. ഇനി നമ്മൾ ഏത് UPI ആപ്പ് ഉപയോഗിച്ചിട്ടാണോ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആ UPI ആപ്പിൽ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മളിവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൺസേൺ പഞ്ചായത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി വെരിഫിക്കേഷന് ശേഷം നമ്മുടെ ലോഗിനിൽ കൂടെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.